ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ വിനീത് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഗംഗയുടെ കല്യാണ നിശ്ചയമാണല്ലോ. ബ്രോ, നീ ഇനി അവളുടെ ജീവിതത്തിലേക്ക് പോകരുത്. അവർക്കൊരാവശ്യം വന്നപ്പോഴൊക്കെ കൈത്താങ്ങായിട്ട് നീ ഉണ്ടായിരുന്നു. ഇപ്പം അവർക്ക് സ്വന്തം കാലം നിൽക്കാറായി. നിന്റെ ആവശ്യം അവർക്കില്ല എന്ന് നിന്നോട് തന്നെ പറഞ്ഞു. ഇനിയും നാണം കെട്ട് അങ്ങോട്ട് പോകരുതടാ. ആത്മാഭിമാനമാണ് ഒരു മനുഷ്യന് വേണ്ടത്. അത് നീ കളഞ്ഞു കുളിക്കരുത് എന്നൊക്കെ നമ്മുടെ നിവിൻ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് ജയബാലൻ വലിയ നേതാവിനെ പോലെ അതിലൂടെ അങ്ങ് പോകുന്നത്. വിനീതിൻ്റെ കടയുടെ ഫ്രണ്ടിലെത്തുമ്പം അയാൾ കിടന്ന് കുറേ ഓണടിക്കും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ബേബി ചേട്ടനും സലിമിക്കും ദേഷ്യം വരും. ഒരു ജയബാലൻ, ദേ നിവിനെ നിൻ്റെ അമ്മാവനൊക്കെയാണ്, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. അയാളുടെ ഒരു അഹങ്കാരം ഉണ്ടല്ലോ, ഇവനെ അടിച്ചതായിട്ടുള്ളൊരു സംസാരം മോന്തിക്കിട്ടൊന്ന് കൊടുക്കാൻ തോന്നും. അയാൾ കൊണ്ടുവന്ന ആലോചനയാണല്ലോ ഇപ്പം നടക്കാൻ പോകുന്നത്. കണ്ടറിയണം. ആ പെണ്ണിനെ കൊണ്ട് ഏതെങ്കിലും കുഴി ചാടിച്ചില്ലെങ്കിൽ ഭാഗ്യം എന്ന് ബേബി ചേട്ടൻ അവിടെ നിന്ന് പറയൂ കേട്ടോ. ഇപ്പം നിവിനും ജയപാലിൻ്റെ പല പ്രവർത്തികളിൽ നിന്നും അയാൾ അത്ര നല്ല ആളല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്നതിൻ്റെ ശബ്ദമാണ് കേട്ടത്. നിന്നെ ഒന്ന് കളിയാക്കാൻ വേണ്ടിയാ ഓണടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ജയപാലനാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ വിനീതിനെ 3-4 തവണ വിളിക്കൂ കേട്ടോ. നിന്നെ എന്തിനാ അയാൾ വിളിക്കുന്നത്? നീ അങ്ങ് ഇറങ്ങി പോകണ്ടടാ എന്ന് സലിമിക്കയും ബേബി ചേട്ടനും കൂടി പറയും. ഞാൻ ചെന്നിട്ട് വരാം, എന്താ അയാൾ പറയുന്നതെന്ന് നോക്കാലോ എന്ന് പറഞ്ഞ് നമ്മുടെ പാവം വിനീത് ജയബാലൻ്റെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പം ജയബാലാണെങ്കിൽ വലിയ ആൾ കളിച്ചിട്ട് വിനീതിനോട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഏൽപ്പിക്കുക. നീ എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത്? ഒന്നും അല്ലെങ്കിലും നിനക്ക് ആകെപ്പാടെയുള്ള ഒരേ ഒരു അമ്മാവൻ്റെ മകളുടെ കല്യാണോർപ്പീരല്ലേ ഇന്ന് നടക്കാൻ പോകുന്നത്. അവിടെ മുൻപന്തിയിൽ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് നീയല്ലേ. എന്നിട്ടിങ്ങനെ മാറി നിന്നാലേ അത് തീരെ ശരിയല്ല. നാട്ടുകാർ അതും ഇതും പറയും എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ വിനീതിനെ പറഞ്ഞേൽപ്പിക്കുക. പാവം വിനീത് അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ, ഒരക്ഷരം പോലും മിണ്ടാതെ. എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഇങ്ങനെ നിൽക്കുന്ന കാണുന്ന നിവിനും സലിമിക്കും ബേബി ചേട്ടനും ഒക്കെ മുകളിൽ നിന്ന് കടയിൽ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അവനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ പാവമാണെങ്കിൽ അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക. ഇയാളൊക്കെ പറയുന്നതനുസരിച്ച് ജീവിക്കേണ്ട എന്താവശ്യം ഇവനുള്ളത്? ഇവൻ ഇങ്ങനൊരു പാവമായി പോയല്ലോ എന്ന് ബേബി ചേട്ടൻ പറയാം. ഇവൻ്റെ ഈ പാവത്തരമാണ് എല്ലാവരും ചൂഷണം ചെയ്യുന്നത് എന്ന് സലിമിക്കും പറയും. അവൻ ആ പെണ്ണിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്നിട്ട് എന്താ അവർ ചെയ്യുന്നത്? അവൾക്ക് വലിയ കൊമ്പത്തെ ആലോചന കൊണ്ടുവന്നിരിക്കുകയല്ലേ. കണ്ടറിയാം അവൾ സമാധാനത്തോടെ ജീവിക്കുമോ എന്ന് സലിമിക്കും പറയാണ്. അല്ല, ഇവനിങ്ങോട്ട് കയറി വന്നാൽ എന്താ? അമ്മാവന് എന്തോ പറഞ്ഞെന്നും കരുതി ഇവൻ്റെ കിളി മുഴുവനും പോയോ എന്ന് നിവിനപ്പം അവരോട് പറയാം. അയാൾ എന്തൊക്കെയോ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ചെറുക്കനോട്. അത് കേട്ടപ്പോൾ തൊട്ട് ഈ നോട്ടോ നിൽപ്പോ അല്ലേ എന്ന് പറയാണ് കേട്ടോ അവർ 3 പേരോട് നിന്ന്. പെട്ടെന്നാണ് ചെറുക്കനും കൂട്ടരും വരുന്ന വണ്ടി ആ വഴിക്ക് വരുന്നത്. അത് കാണുന്ന നമ്മുടെ വിനീത് കൈ കാട്ടി നിർത്തും. ഇത് അരവിന്ദനമ്മാവൻ്റെ മകളെ കല്യാണ നിശ്ചയത്തിന് പോകുന്ന ചെറുക്കൻകൂട്ടരല്ലേ എന്ന് നമ്മുടെ വിനീത് ചോദിക്കുക. അതെ, അതറിഞ്ഞിട്ട് തനിക്കിപ്പോൾ എന്താ വേണ്ടത് എന്ന് ധാർഷ്ട്യത്തോടെ ചെറുക്കൻ്റെ അമ്മ ചോദിക്കുകയാണ് കേട്ടോ. അത് പിന്നെ നിങ്ങൾക്ക് വഴി അറിയില്ലല്ലോ, ഞാൻ വഴി കാണിച്ചു തരാനായിട്ട് നിന്നതാ. എൻ്റെ പേര് വിനീത്. ഈ ചെറുക്കനെ നമുക്ക് നല്ല പരിചയം പോലെ. അന്നാ പെണ്ണിനെ പെണ്ണ് കാണാൻ വന്നപ്പം ഇവനെ നമ്മൾക്ക് ജയപാലൻ പരിചയപ്പെടുത്തി തന്നതല്ലേ. ഒരു പൊട്ടനാണെന്നല്ലേ പറഞ്ഞത്? ഓരോ പൊട്ടനും മണ്ടനും ഒക്കെയാ. എന്തായാലും വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ, കയറിക്കോ നീ എന്ന് പറയാൻ കേട്ടോ. അപ്പം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വിനീതിൻ്റെ നെഞ്ച് തകർന്നു പോവാണ്. തന്നെയാണ് ഒരു പൊട്ടനെന്നും മണ്ടനെന്നും ഒക്കെ അവർ വിളിക്കുന്നത്. എന്നിട്ട് പോലും ഒരക്ഷരം മിണ്ടാതെ അതെല്ലാം കേട്ട് കണ്ണീര് അണിഞ്ഞു നിൽക്കുകയാണ് ആ പാവം ചെറുക്കൻ. അപ്പം അവരുടെ വണ്ടി കയറുന്ന കാണുമ്പം നിവനാണ് പെട്ടെന്ന് അവിടെ ഓടി ഇറങ്ങും. അവരുടെ പിന്നാലെ പോകണം എന്നും പറഞ്ഞ് ആ വണ്ടിക്ക് പിന്നാലെ പോവാണ് കേട്ടോ നിവിനും, അവനെ ഒറ്റയ്ക്കാക്കാതെ തന്നെ. ഇതേ സമയം ബേബിച്ചേട്ടനും സൽമിക്കും അവൻ്റെ അവസ്ഥ കണ്ട് ഒരുപാട് സങ്കടം വരിക. ബേബിച്ചേട്ടൻ ചോദിക്കും, ഇവൻ ഇത്രയ്ക്കും പാവമായി പോയല്ലോടെ സലിമേ എന്ന് ചോദിക്കാം. അതുതന്നെയാ ബേബിച്ചേട്ട ഞാനും ആലോചിക്കുന്നത്. ഒരു മനുഷ്യനും നമ്മുടെ വിനീതനെ പോലെ ആകരുത്. ആയി കഴിഞ്ഞാൽ ഇതുപോലെ വേദനിക്കേണ്ടി വരും എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് നമ്മുടെ സലിമിക്കും പറയാണ് കേട്ടോ. അപ്പോൾ ആ ചെറുക്കൻ അവിടെ നിന്നിട്ട് പറയും, അല്ല നമുക്കിവിടെ ഇരുന്നൊന്ന് പ്രൈവസിയോടെ സംസാരിക്കാൻ പോലും പറ്റില്ലല്ലോ അമ്മേ, ഇയാൾ കൂടെ ഉള്ളപ്പം എന്ന് പറയാം. നീ അതൊന്നും കാര്യമാക്കണ്ടട മോനെ, ഇവനൊരു പൊട്ടനാ, 50 വയസ്സുടെ കുറവുണ്ടെന്നാ അന്ന് ജയപാലൻ പറഞ്ഞത്. നമ്മൾ എന്ത് പറഞ്ഞാലേ അതൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല എന്ന് പറയാം. അല്ലട മോനെ എന്ന് വിനീതിനെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിനീത് അതെ എന്നുള്ള രീതിയിൽ തലയാട്ടുകയാണ് കേട്ടോ. കണ്ടോ, നമ്മൾ അവനെപ്പറ്റി കുറ്റം പറഞ്ഞിട്ട് പോലും അവനൊന്നും മനസ്സിലായില്ല. നീ പിന്നെ എന്തിനാടാ ഇവനെ പേടിക്കുന്നത് എന്ന് മകനോട് ചോദിക്കുകയാണ് കേട്ടോ.
നമ്മുടെ ഗംഗയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് റൂമിൽ നിൽക്കുവാണേ. അപ്പോൾ യമുന അടുത്തേക്ക് ചെല്ലുക. ചേച്ചി, അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പം എങ്ങനെ നടത്തേണ്ട നിശ്ചയമല്ലേ? ചേച്ചി ഓർക്കുന്നില്ലേ, ചേച്ചിയുടെ ആദ്യത്തെ നിശ്ചയത്തിൻ്റെ തലേദിവസം ഈ നാട് മുഴുവനും കേൾക്കാമാറാ പാട്ട് വെച്ചിരുന്നത്. എന്തൊക്കെ ആഘോഷങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോഴോ എന്ന് ചോദിക്കുക. അപ്പോൾ ഇതും കേട്ടുകൊണ്ട് നമ്മുടെ കാവേരി വരിക. നീ എന്തിനാടി ഗംഗേച്ചി അതും ഇതുമൊക്കെ പറഞ്ഞ് വീണ്ടും സങ്കടപ്പെടുത്തുന്നത്? ചേച്ചി കരഞ്ഞ് ആ കൺമഷിയെല്ലാം പടരില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗംഗ തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കും, നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലല്ലോ, പിന്നെ എനിക്ക് ഇച്ചിരി സൗന്ദര്യം കുറഞ്ഞു നിന്നാലും എന്താ എന്ന് ചോദിക്കാം. എനിക്ക് ഈ ചെറുക്കനോയോ കല്യാണത്തിനോ ഒന്നും യാതൊരു താല്പര്യമില്ല. ഗംഗേച്ചി ഇപ്പോൾ ഒന്ന് എതിര് പറഞ്ഞാൽ പോലും ഞാൻ ചേച്ചിനെ എങ്ങനെയെങ്കിലും ഈ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. പക്ഷേ ചേച്ചി അമ്മയും വിശ്വസിച്ച് നടക്കുമല്ലേ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ എവിടാണേലും എൻ്റെ ഗംഗേച്ചി സന്തോഷമായിട്ടിരിക്കണം. അവരെൻ്റെ ഗംഗേച്ചിയെ കാണുമ്പോൾ സുന്ദരിയായിട്ടിരിക്കണം. എൻ്റെ ഗംഗേച്ചി സുന്ദരിയാണെന്നേ എല്ലാവരും പറയാൻ പാടുള്ളൂ. അതെനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് ഈ കലങ്ങിയ കണ്ണൊന്നുമേ എൻ്റെ ഗംഗേച്ചിക്ക് ചേരത്തില്ലെന്നേ എന്ന് പറയാണ് കേട്ടോ. ദേ ഗംഗേച്ചി, ചേച്ചിയുടെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ചേച്ചിക്കും ഈ ബന്ധത്തിൽ ഒട്ടും താല്പര്യമില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എനിക്ക് താല്പര്യമില്ല എന്നതിൽ എന്താ കാര്യം? അമ്മയ്ക്കിതിൽ ഒരുപാട് താല്പര്യമല്ലേ? അമ്മ കണ്ണും പൂട്ടി വിശ്വസിച്ചിരിക്കല്ലേ ആ കുടുംബത്തെ എന്ന് ചോദിക്കുക. അമ്മയല്ല ജീവിക്കാൻ പോകുന്നത്, ഗംഗേച്ചിയാ. അതൊന്നും മനസ്സിലാക്കുക. ചേച്ചി ഒരു വാക്ക് പറഞ്ഞാൽ നമുക്ക് പോകാം എന്ന് പറയാം. എങ്ങോട്ട് പോകാൻ? ഈ അവസാന നിമിഷം നമ്മൾ എങ്ങോട്ടാടി പോകേണ്ടത് എന്ന് ഗംഗ അപ്പം കാവേരിയോട് ചോദിക്കാം. നമുക്ക് രണ്ടുപേർ കൂടി അങ്ങ് ഒളിച്ചോടാന്നേ. നമ്മൾ രണ്ടും കൂടി ഒളിച്ചോടാനോ? എന്താ കുഴപ്പം? എവിടെയെങ്കിലും പോയി നമുക്ക് എന്നിട്ട് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ ചേച്ചി എന്ന് കാവേരി പറയാം. ഓഹോ, രണ്ടാളും എന്നെ തനിച്ചാക്കി പോവാണല്ലേ എന്ന് യമുന ചോദിക്കുക. നീയും പോന്നോടി എന്നാ? അപ്പം നീളയനെ നമുക്ക് കൊണ്ടുപോകാം. നമുക്ക് 4 പേർക്കും കൂടി അങ്ങ് നാട് വിട്ടേക്കാം എന്ന് പറയാണ്. അപ്പം അമ്മയോ? അമ്മയ്ക്ക് കൂട്ട് ജയപാലേട്ടൻ ഉണ്ടല്ലോ, അമ്മയുടെ പുന്നാര ജയപാലേട്ടൻ അമ്മയെ പൊന്നു പോലെ നോക്കിക്കോളും എന്ന് കാവേരി അപ്പം പറയാണ് കേട്ടോ. അപ്പോൾ ഈ സംസാരവും കേട്ടുകൊണ്ടാണ് ശാരദ അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ഗംഗ ഉടുത്തിരിക്കുന്ന സാരി കാണുമ്പോൾ ചോദിക്കും, മോളെ നിനക്ക് ഈ സാരി അല്ലാതെ വേറൊന്നും ഇല്ലായിരുന്നു ഉടുക്കാൻ എന്ന് ചോദിക്കുകയാണ്. ഒരിക്കൽ ഗംഗ ഉടുത്തിട്ടുള്ള സാരിയാണ് കേട്ടോ വീണ്ടും ഉടുത്തിരിക്കുന്നത്. സാരി എന്തായാലും എന്താമേ, അങ്ങനെയാണ് അമ്മയോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ ചെറുക്കനെ അല്ലാതെ വേറൊരു ചെറുക്കനെ ഗംഗേച്ചിക്ക് കണ്ടെത്തി കൊടുക്കാൻ അമ്മയ്ക്ക് കഴിയില്ലേ എന്ന് കാവേരി ഒന്ന് കുത്തിക്കൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശാരദയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയും, മോളെ അമ്മയ്ക്ക് ഒന്നും അറിയില്ലടി, എൻ്റെ മോള് എവിടെയാണെങ്കിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കും. അതുമാത്രമേ ഈ അമ്മ ആഗ്രഹിച്ചിട്ടുള്ളൂ. അമ്മ ഒരു പൊട്ടിക്കാളിയായി പോയി. നിങ്ങളുടെ അച്ഛൻ പറയുന്ന പോലെ ലോകപരിചയവും ഇല്ല. എങ്ങനെയാ നിങ്ങൾ 4 മക്കളെ കൊണ്ട് ജീവിക്കേണ്ടതെന്ന് അമ്മയ്ക്ക് അറിയില്ല. സ്വന്തമായിട്ട് നിനക്കൊരു ബന്ധം കണ്ടെത്തി കല്യാണം നടത്താനുള്ള കഴിവൊന്നും നിന്റെ ഈ ഗതികെട്ട അമ്മയ്ക്കില്ല. നീ എങ്ങനെ എവിടെയാണേലും നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയാ ഈ ബന്ധം അമ്മ ഉറപ്പിച്ചത്. നീ മാത്രമല്ല ഈ കുടുംബവും രക്ഷപ്പെടും. നിന്റെ ഇളയത്തുങ്ങൾക്കും നല്ലൊരു ജീവിതം കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പം അമ്മ സമ്മതിച്ചു പോയതാ. എൻ്റെ മോള് അമ്മയോട് പൊറുക്കണേടി. ഇതല്ലാതെ അമ്മയ്ക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ചിലപ്പം അമ്മ എപ്പോഴും ചെയ്യുന്ന പോലെ ഇതും തെറ്റായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ അത്ര വിവരവും ബോധവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത ഒരു ഗതികെട്ട അമ്മയാണ് നിങ്ങളുടേതെന്ന് കണ്ടറിഞ്ഞ് നിങ്ങൾ അമ്മയോട് ക്ഷമിക്കും മക്കളെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് കരയാണ് കേട്ടോ. എനിക്കറിയാം നിങ്ങളുടെ അച്ഛൻ മരിച്ച സ്ഥാനത്ത് നിങ്ങളുടെ അമ്മയെ മരിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇത്ര കഷ്ടപ്പാടൊന്നും ഉണ്ടാകില്ലായിരുന്നു. നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചേനെ. പക്ഷെ എന്താകാനാ, നിങ്ങളുടെ തലയിലെടുത്ത് ഇങ്ങനായി പോയി കുഞ്ഞുങ്ങളെ എന്നും പറഞ്ഞ് ശാരദ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാം. അപ്പം ശാരദയുടെ കണ്ണീര് കാണുമ്പോൾ ഗംഗയുടെ മനസ്സലിയാണ്. കണ്ടോ നമ്മുടെ അമ്മ എത്ര പാവമാ. അമ്മ വിചാരിക്കുന്നത് ഈ കല്യാണം കഴിയുന്നതോടുകൂടി നമ്മുടെ കുടുംബം രക്ഷപ്പെടുന്ന, നമ്മുടെ കുടുംബത്തിന് നാഥനെ കിട്ടുന്ന, നിങ്ങളെ എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകുന്ന ആ അമ്മയുടെ പ്രതീക്ഷ ഞാനായിട്ട് കളയില്ല. ദേ കാവേരി, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ കല്യാണ നിശ്ചയം കഴിഞ്ഞ് അവരിവിടുന്ന് പോകുന്നത് വരെ നീ ഒരക്ഷരം മിണ്ടാൻ പാടില്ല, മനസ്സിലായോ? ആരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പാടില്ലെന്ന്. ഓ, ഞാനൊന്നും പറയുന്നില്ല എൻ്റെ ഗംഗേച്ചി, ഞാൻ ചേച്ചി സമാധാനമായിട്ടിരിക്കുക, അമ്മയെ സങ്കടപ്പെടുത്തണ്ട പോരെ എന്ന് അപ്പോൾ കാവേരി ചോദിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ പ്രവീണയും ജയപാലനും നേരത്തെ തന്നെ വീട്ടിലേക്ക് കയറി വരിക. അപ്പോൾ പ്രവീണ ചോദിക്കും, അല്ല ജയപാലേട്ടാ, അവർ വന്നില്ലല്ലോ, നമുക്കും കുറച്ച് താമസിച്ച് ചെറുക്കൻകൂട്ടരുടെ കൂടെ കയറി വന്നാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുക. അതെന്താ സംസാരമാണ്, നമ്മളിവിടെ നേരത്തെ വരണ്ടേ, അവരുടെ ഒപ്പം വന്നിട്ടാണോ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് ജയപാലൻ അപ്പോൾ ചോദിക്കുകയാണ് കേട്ടോ. വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പം ശാരദയും യമുനയും കൂടി ഇറങ്ങി വരിക. അവർ വന്നെന്നാ തോന്നുന്നത് എന്ന് യമുനയോട് പറയും. അപ്പം നോക്കാനായിട്ട് യമുനയും പിന്നാലെ ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴാണ് ജയപാലനെയും പ്രവീണയും കാണുന്നത്. ഓ,
നിങ്ങളായിരുന്നോ, കയറി വാ എന്ന് പറയാം. ഇതെന്താ വൈകിയത്? കാര്യങ്ങളൊക്കെ ജയബാലേട്ടൻ പറഞ്ഞതുപോലെ നടക്കുമ്പം മുന്നിൽ വന്ന് നടത്തേണ്ടതും ജയബാലേട്ടനല്ലേ, താമസിച്ചാണോ വരേണ്ടത് എന്ന് ചോദിക്കാം. അത് പിന്നെ ശാരദ കുറച്ചു തിരക്കായിപ്പോയി, അതാ താമസിച്ചത് എന്ന് പറയണം കേട്ടോ. പെട്ടെന്ന് നമ്മുടെ കാവേരി അങ്ങോട്ട് ഇറങ്ങി വരിക. കാവേരി ജയബാലനെ തുറച്ചു നോക്കുന്ന കാണുമ്പം പ്രവീണ ചോദിക്കും, മോളെന്താ ഇങ്ങനെ നോക്കുന്നേ എന്ന് ചോദിക്കാം. അത് പിന്നെ പ്രവീണ ആൻറ്റി, അല്ല ഈ ജയബാലങ്കളുടെ മുഖവേ ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കിയതാ. അങ്കിളിന് ഓരോ സമയത്തും ഓരോ ഭാവങ്ങളാ, എന്താ മനസ്സിൽ കൂടെ പോകുന്നതെന്നേ നമുക്കൊന്നും ചിന്തിക്കാനേ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ തുറിച്ചൊന്ന് നോക്കിയതാ. അപ്പോൾ പുച്ഛഭാവത്തോടെ നമ്മുടെ ജയബാലൻ കാവേരിയെ സൂക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ശാരദ പറയും, ദേ കാവേരി നിന്നോടാ മിണ്ടാതിരിക്കാൻ പറഞ്ഞേ, അകത്ത് കയറി പൊക്കേടി എന്ന് പറയണം കേട്ടോ. ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് കാവേരി അകത്തേക്ക് കയറി പോവാണേ. അപ്പോഴാണ് നമ്മുടെ വിനീത് ചെറുക്കനും കൂട്ടരെയൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നത്. അവരുടെ കൂടത്തെ വിനീതിനെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ശാരദയ്ക്ക് വല്ലാതാവുക. ഞാൻ അവനോട് പറഞ്ഞത് ജയബാലേട്ടാ ഇങ്ങോട്ട് വരരുതെന്ന്, വീണ്ടും അവൻ എന്താ വന്നതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ശാരദ പറയും, ഞാൻ പറഞ്ഞിട്ടാ അവൻ വന്നത്. എല്ലാ കാര്യത്തിനും അവനെ ഇവിടെ കണ്ടിട്ട് പെട്ടെന്ന് ഒരു കാര്യത്തിനും അവനെ കാണാതാകുമ്പോഴേ ഈ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ എന്തു പറയും? അതുകൊണ്ടാ ഗംഗയ്ക്കൊരു പേരുദോഷം ആവരുതല്ലോ അവൻ്റെ പേരിൽ. ഇതിപ്പം അവൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്ത് നടക്കുമ്പം ആൾക്കാർ അവനെപ്പറ്റി ഗംഗയും ചേർത്ത് ഒന്നും പറയാൻ പോകുന്നില്ലെന്നേ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ചീത്തപ്പേരുണ്ടാകുന്നത്. അപ്പം വിനീതിൻ്റെ ആ വരവും അവൻ ഒന്നും അല്ലാത്ത പോലെ നിപ്പൊക്കെ കാണുമ്പം ശാരദയ്ക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. നീ ശാരദ ഞാൻ പറയുന്നത് പോലെ അങ്ങ് കേട്ടാൽ മതി, നീ ഇതൊന്നും കാര്യമാക്കണ്ട, അവൻ അവിടെ കിടന്ന് എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് ചെറുക്കനെയും കൂട്ടരെയും കൂട്ടിക്കൊണ്ട് ജയപാലൻ അകത്തേക്ക് പോവാ. ഞാൻ ഈ ചെറുക്കനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വീട് തെറ്റാതെ നിങ്ങളങ്ങ് എത്തിയില്ലേ എന്ന് ചോദിക്കാം. സാരമില്ലെന്നേ, ഒരു 50 പൈസയുടെ കുറവുള്ളവനാന്നേ ഉള്ളൂ, വഴിയൊക്കെ കറക്റ്റായിട്ട് അറിയാം എന്ന് പറഞ്ഞ് വീണ്ടും ജയപാലൻ വല്ലാതെ അപമാനിച്ച് നമ്മുടെ വിനീതനെ സംസാരിക്കുകയാണ് കേട്ടോ. ശാരദ പോലും അതിന് മറുത്തൊന്നും മിണ്ടുന്നില്ലേ. അപ്പം ഇതൊക്കെ കേൾക്കുമ്പം നിവിൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം നിവിന് നെഞ്ച് തകരുക. എടാ നിന്നോട് ഇങ്ങോട്ട് വരാനാ ഞാൻ പറഞ്ഞത് എന്ന് ചോദിക്കാം. അപ്പം വിനീത് തകർന്ന് അവിടെ തന്നെ നിൽക്കുമ്പോൾ നിവിൻ അടുത്തേക്ക് ചെല്ലുക. നീ എന്താടാ ഇങ്ങനായി പോയത്? എടി നാണം കെട്ടവനെ, അല്പമെങ്കിലും ആത്മാഭിമാനം നിനക്ക് വേണ്ടേ? എന്തൊക്കെയാ അവർ നിന്നെപ്പറ്റി പറയുന്നത്? അതെല്ലാം കേട്ടുകൊണ്ട് ഒരു ഉളുപ്പും ഇല്ലാതെ നിനക്ക് എങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കുന്നടാ? മര്യാദയ്ക്ക് എൻ്റെ വണ്ടി വന്ന് കയറിക്കോ, നീ ഇങ്ങനെ സ്വയം ഇല്ലാതാകുന്നത് കണ്ടു നിൽക്കാനേ എനിക്ക് പറ്റത്തില്ല ബ്രോ എന്ന് പറഞ്ഞ് നിവിൻ അവനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് നോക്കുമ്പം വിനീത് പറയും, ഞാൻ ഇന്നിവിടെ നിൽക്കട്ടേടാ, എൻ്റെ ഗംഗയുടെ കല്യാണ നിശ്ചയമാ, ഞാനതൊന്ന് കാണട്ടേടാ എന്ന് പറയാം. എടാ നീ എന്താടാ ഇങ്ങനെ, നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കാവുന്നതിൻ്റെ അപ്പുറം ഞാൻ പറഞ്ഞു, വീണ്ടും വീണ്ടും നീ എന്താ ഇങ്ങനെ തുടങ്ങുന്നേ? നിനക്കറിയാവോ എൻ്റെ അമ്മായി ഗംഗയെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ അവളെ ആദ്യം ഏറ്റുവാങ്ങിയത് ആരാണെന്നറിയാവോ? ഈ ഞാനാ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നടാ അവളെ ഇന്ന് മറ്റൊരാളുടെ കൈ പിടിക്കുന്നത് എനിക്ക് കാണണം. അങ്ങനെയെങ്കിലും എൻ്റെ ഗംഗയെ മറക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെടാ എന്ന് പറയാം എന്നും. അപ്പം ശാരദ ഇതെല്ലാം കണ്ടും കേട്ടും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. നീ മിണ്ടിപ്പോകരുത്, മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരുന്നുണ്ടോ? വരാനാണ് ഞാൻ പറഞ്ഞത്. ഈ ലോകത്തൊന്നും അല്ലാത്ത രീതിയിലുള്ള നിൻ്റെ ഈ നിൽപ്പും ഭാവമൊക്കെ കാണുമ്പോഴേ എനിക്ക് പേടിയാകുന്നു വിനീതേ. അതേ അമ്മായിയാ നിന്നോട് ഇനി ഒരു കാര്യത്തിനും ഈ വീട്ടിലേക്ക് കയറി പോകരുത്, അവരും അവരുടെ മക്കളും എങ്ങനെയെങ്കിലും ജീവിച്ചു പൊയ്ക്കോട്ടെ എന്ന് അപേക്ഷിച്ചത്. എന്നിട്ട് വീണ്ടും അവരുടെ അടുത്തേക്ക് പോകാൻ നിനക്ക് നാണമില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശാരദ അങ്ങോട്ട് ഇറങ്ങി വരികയാണേ. അപ്പോൾ ശാരദ വന്നിട്ട് ചോദിക്കും, മോൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കാം. അമ്മായി എൻ്റെ ഗംഗയുടെ നിശ്ചയത്തിൻ്റെ ഒരു ഉരുള ചോറ് അത് ഞാൻ കഴിച്ചോട്ടെ അമ്മായി എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പം ശാരദയുടെ നെഞ്ചുരുകുവാണ് കേട്ടോ. നീ എന്തൊക്കെയാ കുഞ്ഞെ ഈ പറയുന്നത്? അമ്മായിനെ കൂടെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ എന്ന് ചോദിക്കുകയാണേ. ഇപ്പം ശാരദയുടെ ഈ സങ്കടമൊക്കെ കാണുമ്പം നിവിന് ദേഷ്യമാണ് കേട്ടോ വരുന്നത്. തൻ്റെ കൂട്ടുകാരനെ ഇത്രയേറെ വേദനിപ്പിച്ചിട്ട് വീണ്ടും അവൻ്റെ മനസ്സ് കുത്തി നോവിക്കുന്ന രീതിയിൽ ഈ സ്ത്രീക്ക് എങ്ങനെ പെരുമാറാൻ സാധിക്കുന്നു എന്നുള്ള രീതി. പക്ഷെ ശാരദ സങ്കടത്തോടു കൂടി തന്നെ നിൽക്കുന്നത്. നീ ഇവിടെ നിന്നാൽ കൂടുതൽ വേദനിക്കേ ഉള്ളൂ വിനീതേ എന്ന് ശാരദ പറയുന്നുണ്ട്. ഞാൻ അവളുടെ കല്യാണ നിശ്ചയം ഒന്ന് കണ്ടോട്ടെ അമ്മായി, ഗംഗയൊന്ന് കണ്ടോട്ടെ. അവളുടെ കല്യാണ നിശ്ചയത്തിൻ്റെ ഒരുരുള്ള ചോറ് അതെനിക്ക് അവകാശമില്ലേ? ഒന്നുമില്ലെങ്കിലും എൻ്റെ അമ്മാവൻ്റെ മോളല്ലേ അവള് എന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ആകെ സങ്കടപ്പെട്ട് വിനീതനെ കെട്ടിപ്പിടിച്ച് ശാരദ കരയുവാണേ. അമ്മായി അവരോട് ഞാൻ ബന്ധുവാണെന്നൊന്നും പറയണ്ട, ഈ വീട്ടിലെ സഹായത്തിന് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞാൽ മതി. ഗംഗയുടെ കല്യാണ നിശ്ചയവും വിവാഹവും ഒക്കെ എൻ്റെ വലിയ സ്വപ്നമായിരുന്നു അമ്മായി. ഈ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഒരുരുള ചോറുണ്ടിട്ട് ഞാൻ പൊക്കോളാം അമ്മായി എന്ന് പറഞ്ഞ് ശാരദയുടെ മുന്നിൽ നിന്ന് വീണ്ടും വിനീത് കരയാണ് കേട്ടോ. അത് കാണുമ്പം ശാരദ കൈ കൂപ്പാണ്. മോനെ നീ ഇങ്ങനെ അമ്മായി കൂടെ സങ്കടപ്പെടുത്തല്ലേടാ, അമ്മായിയുടെ ക്ഷമ
ക്ഷമിക്കും മോനെ, അമ്മായിയുടെ മുന്നിൽ ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ലായിരുന്നു. അമ്മായി ഒരു മന്ദബുദ്ധിയാ, നിങ്ങളുടെ അമ്മാവനെ പോലെ കഴിവോ ഒന്നുമില്ല, ലോകപരിചയമില്ല. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് കരുതി ഞാൻ മുന്നോട്ട് പോവാ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ വിനീതിനെ. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും നിവിനും ആകെ തകർന്നു നിൽക്കുക. ഇത്രയും പാവം പിടിച്ച ഒരു പയ്യനായി പോയല്ലോ വിനീതെന്നോർത്ത് നിവിൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല. നാണം കെട്ട് വീണ്ടും വീണ്ടും അവരുടെ എല്ലാം പിന്നാലെ ഇവനെ കൊണ്ട് എങ്ങനെ പോകാൻ സാധിക്കുന്നു? ഇത്രയ്ക്കധികം ഹൃദയം കൊടുത്താണോ ആ പെണ്ണിനെ ഇവൻ സ്നേഹിച്ചത് എന്നൊക്കെ നിവിനും ആലോചിക്കുക. എന്നിട്ട് നമ്മുടെ വിനീതിൻ്റെ കണ്ണ് കലങ്ങിയുള്ള ആ നിപ്പും ഭാവവും ഒക്കെ കാണുമ്പോൾ നിവിനും ആകെ തകർന്ന് അവിടെ നിൽക്കുകയാണ് കേട്ടോ. എങ്ങനെ വിനീതിനെ സഹായിക്കണമെന്ന് പോലും നിവിനും അറിയില്ല. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും